അതിനുള്ള ലക്ഷ്യവും മാർഗവും കാണിച്ചു തന്ന ഗുരുക്കന്മാരെ ഓർക്കുന്ന ദിവസമാണ് ഗുരുപൂർണിമ ദിവസം. അപ്പോൾ ഗുരുപൂർണിമ ദിവസം നാം എല്ലാവരും വളരെ കൃതജ്ഞതയോടെ, നന്ദിയോടെ, ആദരവോടെ, ബഹുമാനത്തോടെ, ഭക്തിയോടെ ഗുരുപരമ്പരകളെ ഓർത്തുകൊണ്ട് അവരുടെ പാതാരവിന്ദങ്ങളിൽ വീണ് നമിക്കുമ്പോൾ അവരുടെ അനുഗ്രഹം അനസ്യൂതം നമുക്കിൽ കിട്ടുന്നു. ഗുരുപൂർണിമ ദിവസം വ്യാസപൂർണിമയും കൂടിയാണ്. ഭാരതത്തിൻ്റെ ആധ്യാത്മിക ശക്തി തേജസ്സാണ് വേദവ്യാസ മഹർഷി. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പ്രണാമം. എല്ലാവർക്കും അനുഗ്രഹീതമായ ഗുരുപൂർണിമ ആഘോഷ ആശംസകൾ. ഭാരതത്തിൻ്റെ ആധ്യാത്മിക സംസ്കാരത്തെ സമ്പന്നമാക്കിയ ഗുരുപരമ്പരകളുടെ സ്മരണയ്ക്ക് മുമ്പിൽ പാതാരവിന്ദങ്ങളിൽ നമുക്ക് സാഷ്ടാംഗം നമസ്കരിക്കാം. 2026 ജൂലൈ 29 ഭാരതത്തിനകത്തും പുറത്തുമുള്ള ഭാരതീയർ ഗുരുപൂർണിമ ആഘോഷിക്കുകയാണ്. ഗുരുപൂർണിമ അത് ഭാരതത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഭാരതത്തിൻ്റെ ആധ്യാത്മിക തേജസ്സുകളായ ഗുരുക്കന്മാരെ ഓർക്കുന്ന ദിവസം. എന്താണ് ഈ ഗുരുപൂർണിമ ആഘോഷത്തിൻ്റെ പിന്നിലുള്ള മഹത്വം എന്നാണെങ്കിൽ, ഗുരുക്കന്മാർ നമുക്ക് തന്ന ഏറ്റവും വലിയ അമൂല്യമായ സമ്പത്താണ് ആധ്യാത്മിക ജ്ഞാനം. അതായത് ഒരു മനുഷ്യൻ ആരാണ്, മനുഷ്യൻ്റെ ഉള്ളിലെ മഹിമ എന്തൊക്കെയാണ്, മനുഷ്യനെ എങ്ങനെ ദിവ്യത്വമുള്ള ആളാക്കി മാറ്റാം എന്നത് മറ്റ് മതഗ്രന്ഥങ്ങളിലൊന്നും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. കാരണം മറ്റ് മതഗ്രന്ഥങ്ങളൊക്കെ മരണാനന്തരം സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ജീവിതം സ്വർഗ സന്തോഷ സമാനമാക്കി ജീവിതത്തെ ഉയർത്തി ഉജ്ജ്വലമാക്കി തനിക്കും മറ്റുള്ളവർക്കും ഉപകാരമുള്ളതാക്കി മാറ്റുന്നു. അതിനുള്ള ലക്ഷ്യവും മാർഗവും കാണിച്ചു തന്ന ഗുരുക്കന്മാരെ ഓർക്കുന്ന ദിവസമാണ് ഗുരുപൂർണിമ ദിവസം. അപ്പോൾ ഗുരുപൂർണിമ ദിവസം നാം എല്ലാവരും വളരെ കൃതജ്ഞതയോടെ, നന്ദിയോടെ, ആദരവോടെ, ബഹുമാനത്തോടെ, ഭക്തിയോടെ ഗുരുപരമ്പരകളെ ഓർത്തുകൊണ്ട് അവരുടെ പാതാരവിന്ദങ്ങളിൽ വീണ് നമിക്കുമ്പോൾ അവരുടെ അനുഗ്രഹം അനസ്യൂതം നമുക്കിൽ കിട്ടുന്നു. ഗുരുപൂർണിമ ദിവസം വ്യാസപൂർണിമയും കൂടിയാണ്. ഭാരതത്തിൻ്റെ ആധ്യാത്മിക ശക്തി തേജസ്സാണ് വേദവ്യാസ മഹർഷി. കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്ന ആ മഹത് വ്യക്തിത്വം വേദങ്ങളെ ചിട്ടപ്പെടുത്തി ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവുമായി ശിഷ്യരിലൂടെ നമുക്ക് ചിട്ടപ്പെടുത്തി തന്നു. മഹാഭാരതം എന്ന വലിയ ഇതിഹാസം, അതിൽ ഭഗവത്ഗീത എന്ന ലോകത്തിലെ ഏറ്റവും വലിയ മാനേജ്മെൻറ്റ് കൃതി, 18 പുരാണങ്ങൾ, അതിൽ ശ്രീമദ് ഭാഗവതം, അതുപോലെ ബ്രഹ്മസൂത്രം തുടങ്ങി നിരവധി കൃതികൾ രചിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ ആധ്യാത്മിക തേജസ്സിനെ, ശക്തിയെ കൂടുതൽ പ്രൗഢോജ്വലമാക്കി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച വേദവ്യാസ മഹർഷിയെ സ്മരിക്കുന്ന ദിവസം കൂടിയാണ് ഗുരുപൂർണിമ ദിവസം. ഗുരുപൂർണിമ നമ്മളെ സംബന്ധിച്ച് ആധ്യാത്മിക സംസ്കാരത്തിൻ്റെ മഹത്വത്തെ കാണിക്കുന്ന ദിവസമാണ്. മറ്റ് മതങ്ങളിലൊന്നും ആധ്യാത്മികതയില്ല. അതെല്ലാം വിശ്വാസത്തിൻ്റെ, മരണാനന്തരം സ്വർഗത്തിലെത്തുന്നതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തിയിൽ എന്തെല്ലാം പരിവർത്തനങ്ങളും പരിണാമങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ മനുഷ്യനെ ദിവ്യത്വമുള്ള, ദൈവീകതയുള്ള, ബ്രഹ്മത്വമുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുക. അതാണ് ഭാരതത്തിലെ ഋഷിവര്യന്മാർക്ക് സാധിച്ചത്. ഗീതയിലും ഭഗവാൻ കൃഷ്ണൻ പറയും, നാം അതിന് തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തിതേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. നാം ഗുരുക്കന്മാരുടെ അടുത്ത് പോകുമ്പോഴാണ് മനസ്സിലാവുക നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മഹത്വം എന്താണെന്ന്. ഓരോ വ്യക്തിയിലും മഹിമ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ അവരതറിയാതെ പോയി കഴിഞ്ഞാൽ ജീവിതം മുരടിച്ചും അവരുടെ ജീവിതം അവർക്ക് തന്നെ ഒരു ഭാരവും ബാധ്യതയുമായി മാറും. അതുകൊണ്ടാണ് ഇന്ന് ആത്മഹത്യകളൊക്കെ കൂടി വരുന്നത്. നിങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ, നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവിനെ കണ്ടെത്താൻ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രമാത്രം ഉയരാൻ സാധിക്കും എന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഭാരതത്തിൻ്റെ ആധ്യാത്മിക തേജസ്സുകളായ ഗുരുക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന മാർഗത്തെ പിന്തുടരണം. നിങ്ങൾ ഗീത പഠിക്കൂ, ഭാഗവതം വായിക്കൂ, രാമായണം വായിക്കൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതും വെറും കഥകളല്ല, ചരിത്രമല്ല. ഇതെല്ലാം ഓരോ മനുഷ്യൻ്റെ മനസ്സിനെയും പരിവർത്തനം വരുത്തി ഓരോ മനസ്സിനെയും ഋഷിവര്യന്മാരാക്കി, തേജോമയന്മാരാക്കി മാറ്റുന്ന സംസ്കാരമാണ്. അപ്പം നിങ്ങളിലുള്ള ഒരു തേജസ് നിങ്ങൾക്കത് കൂടുതൽ ഉജ്ജ്വലമാക്കണമെങ്കിൽ, തേജസ്സിനാവധീതമസ്തു, നിങ്ങളെ തേജസ്വികളാക്കണമെങ്കിൽ അതിന് നിങ്ങൾ ഭാരതത്തിലെ ഗുരുപരമ്പരകളെ പിന്തുടരണം.
ഭാരതത്തിൻ്റെ ഗുരുപരമ്പരകൾ ലോകത്തിലെന്നും ആദരണീയരാണ്. കേരളത്തിൽ തന്നെ ആദി ശങ്കരാചാര്യസ്വാമികൾ, നാരായണ ഗുരുദേവൻ, ചട്ടമ്പിസ്വാമികൾ എണ്ണിയാലൊടുങ്ങാത്ത ഗുരു പരമ്പരകൾ നമുക്കുണ്ട്. അപ്പം ആ പരമ്പരകളെയൊക്കെ മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതവും പാഴിലാവരുത്. നമ്മുടെ ജീവിതവും നമുക്കും മറ്റുള്ളവർക്കും ഉപകാരവും മറ്റുള്ളവരെ നമുക്ക് കൈപിടിച്ചുയർത്താൻ സാധിക്കുന്നതുമാവണമെങ്കിൽ അതിന് നമ്മൾ ഗുരുക്കന്മാർ കാണിച്ചുന്ന പാതയിലൂടെ പോകണം. അപ്പം നമുക്ക് തന്നെ നമ്മളോട് ആദരവും നമ്മളിൽ തന്നെ സന്തോഷവും സംതൃപ്തിയും സമാധാനവും ശാന്തിയും ശക്തിയും കണ്ടെത്തിക്കൊണ്ട് ഒരു ഉജ്ജ്വലമായ തേജസ്സാർന്ന ജീവിതം നയിക്കാൻ നമുക്ക് ഗുരുപരമ്പരകളുടെ പാത പിന്തുടരാം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ദിവസമാണ് ഗുരുപൂർണിമ ദിവസം. എല്ലാവരും ഗുരുക്കന്മാരെ സ്മരിച്ചുകൊണ്ട് ഗുരുക്കന്മാരാൽ നമുക്ക് നൽകപ്പെട്ടുള്ള കൃതികൾ എടുത്തുകൊണ്ട് ഗീതയിലെ ഒരു വരിയെങ്കിലും നിങ്ങൾ ചൊല്ലണം. ഗുരുപൂർണിമ ദിവസം ഗീതയിലെ 6-ാം അധ്യായത്തിലെ 5-ാം ശ്ലോകം, ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദേത് ആത്മൈവ ഹി ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. അതായത് ഇവിടെ ഒരു പ്രതിജ്ഞ നമ്മളെ കൊണ്ട് ഭഗവാനാകുന്ന ഗുരു എടുപ്പിക്കുകയാണ്. അതായത് ഒരിക്കലും ഞാൻ തളർന്ന് ദുർബലനായിരിക്കുകയില്ല, കഴിവില്ലാത്തവനെന്ന് തോന്നുകയില്ല, കൊള്ളരുതാത്തവനെന്ന് തോന്നുകയില്ല. ഞാൻ നല്ലവരോട് കൂടി നല്ലതിനോട് ചേർന്ന് നല്ല കാര്യങ്ങൾ ചിന്തിച്ച് സാധനകൾ അനുഷ്ഠിച്ച് ഞാൻ എൻ്റെ മനസ്സിനെ ഉണർത്തി ഉയർത്തി എനിക്കും മറ്റുള്ളവർക്കും ഉപകാരമുള്ളതാക്കി മറ്റുള്ളവർക്ക് പോലും എന്നോട് ബഹുമാനം തോന്നുന്ന വിധത്തിലാക്കി ഞാൻ പരിവർത്തനം വരുത്തും. ഒരിക്കലും ഒരിടത്തിരുന്ന് എൻ്റെ വിഷമങ്ങളെ അയവിറക്കി ഞാൻ ശപിക്കപ്പെട്ടവനായി ഒരു മൂലയിലിരുന്ന് എൻ്റെ ജീവിതത്തെ ഞാൻ തളർത്തുകയില്ല. എന്തൊരു മഹത്തായ സന്ദേശമാണ് നോക്കൂ. ഇതിന് നാം ഗുരുക്കന്മാരോട് കടപ്പെട്ടിട്ടില്ലേ? അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഗുരുപൂർണിമ ദിവസം ഗുരുപരമ്പരകളെ ഓർക്കാം. നമ്മുടെ ആദരവും ബഹുമാനവും കൃതജ്ഞതയും പ്രകടിപ്പിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അവർ നമുക്ക് കാണിച്ചു തന്ന ലക്ഷ്യവും മാർഗവും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതവും ധന്യമാക്കാം, അനുഗ്രഹീതമാക്കാം, മറ്റുള്ളവർക്ക് വഴികാട്ടികളായി ഉപകാരമുള്ളവരായി മാറാം. എല്ലാവർക്കും ഗുരുപരമ്പരകളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഗുരു പാദാരവിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് ഗുരുർ ഏവ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ത്വമേവ മാതാച്ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. എല്ലാവർക്കും ഗുരുപരമ്പരകളുടെ അനുഗ്രഹമുണ്ടാവട്ടെ. എല്ലാവർക്കും ഗുരുക്കന്മാർ കാണിച്ചു തന്ന മാർഗത്തിലൂടെ ചരിക്കാനുള്ള ശക്തിയും തേജസ്സും ബുദ്ധിയും കഴിവും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഒരിക്കൽ കൂടി ഗുരു പാദാരവിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് വന്ദേ ഗുരുപരമ്പര. ഹരി ഓം പ്രണാമം.